Hi sir, good morning. We received an enquiry for our ERP software. Shall we schedule a demo for tomorrow at your convenience? വൺസ് ഒരു ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈമറിലി അവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ സെഷനാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കാറ്. അത് അവർ ഏത് ലെവൽ ഓഫ് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, ലൈക്ക് റീറ്റെയിലേഴ്സ് ആണോ, ഹോൾസെയിലേഴ്സ് ആണോ, മാനുഫാക്ചേഴ്സ് ആണോ, ഇതെല്ലാം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം അവർക്ക് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ അവരെ റിക്വയർമെൻറ്റ് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഡീറ്റെയിൽ ഡെമോൺസ്ട്രേഷൻ സെഷൻ വിത്ത് ടെക്നിക്കൽ പേഴ്സണെ വെച്ചുകൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മളെ സർവീസസിനെ പറ്റിയിട്ടും നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഫ്ലോ കൊണ്ടുപോകുന്നത് എന്നുള്ള അവയർനെസ് എല്ലാം അവർക്ക് കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ്ലി കാര്യങ്ങൾ വെരിഫൈഡ് ആയതിനു ശേഷം അവർ ഓൺ ബോർഡ് ചെയ്യിപ്പിക്കുന്നു. വൺസ് ഇങ്ങനെ ഒരു ക്ലയൻറ്റ് ഓൺ ബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ഡീക്ലോഷർ നടന്നു കഴിഞ്ഞാൽ എക്സിക്യൂഷൻ പ്ലാൻ വഴി നമ്മൾ അവരുടെ ബേസിക് ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വർക്കിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ഒരു ടിക്കറ്റ് ജനറേഷനിലൂടെ കമ്പനിയുടെ എല്ലാ ഇൻഫർമേഷൻസും കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കെല്ലാം റീച്ച് ചെയ്യുന്നുണ്ട്. മോർ ഓവർ നമ്മൾ ഈ ഒരു കസ്റ്റമറായിട്ട് എന്തെങ്കിലും പ്രയർ കമ്മ്യൂണിക്കേഷൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഡെമോൺസ്ട്രേഷൻ സ്റ്റേജിൽ അവരുടെ റിക്വയർമെൻറ്റ്സ് എന്തെങ്കിലും അനലൈസ് ചെയ്തിട്ട് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം പ്രോപ്പർലി റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ ടീമിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു വേ ഓഫ് സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർ ചാനലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇംപ്ലിമെൻറ്റേഷൻസ് എല്ലാം സ്മൂത്തായിട്ട് ട്രാക്ക് ഓൺ ചെയ്ത് പോകാൻ നമുക്ക് സാധിക്കാറുണ്ട്. ഒരു പുതിയ ക്ലയൻറ്റ് ഓൺ ബോർഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലയൻറ്റിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഇംപ്ലിമെൻറ്റേഷൻ ടീമിനായിരിക്കും. നമ്മുടെ ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സ് വരുന്നത് 2 സ്റ്റേജസ് ആയിട്ടാണ്. ഫസ്റ്റ് ഡിസ്കവറി സെഷൻ ആൻഡ് ദെൻ ലൈവ് ഇംപ്ലിമെൻറ്റേഷൻ. ഈ ഡിസ്കവറി സെഷൻ എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റ് ഫേസ് ചെയ്യുന്ന അവരുടെ ചലഞ്ചസ് എന്താണെന്ന് അറിയുവാനും പിന്നെ അതുപോലെ തന്നെ അവരുടെ റിക്വയർമെൻറ്റ്സ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈവ് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുന്ന സമയത്ത് ക്ലയൻറ്റിൻ്റെ ഡാറ്റ മൈഗ്രേഷൻ മുതൽ എൻഡ് യൂസർ ട്രെയിനിങ് വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു 45 ഡേയ്സ് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഫൈനൽ ഡാറ്റ വെരിഫിക്കേഷന് ശേഷമായിരിക്കും സപ്പോർട്ട് ടീമിലേക്ക് പ്രൊജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. വൺസ് ഇംപ്ലിമെൻറ്റേഷൻ ഫേസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് വരുന്ന സപ്പോർട്ടിംഗ് ഫേസ് ആണ്. സപ്പോർട്ടിങ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു റിവ്യൂ നടത്തുന്നുണ്ടാവും. റിവ്യൂ എന്ന് പറയുന്നത് കസ്റ്റമർ എത്രത്തോളം നമ്മളെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ സാറ്റിസ്ഫൈഡ് ആണെന്നും കൂടാതെ എന്തെങ്കിലും തരത്തിലുള്ള പെൻഡിങ് ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിരിക്കും നമ്മൾ ഈ റിവ്യൂ നടത്തുന്നുണ്ടാവുന്നത്. ഹാൻഡ് ഓവർ ചെയ്ത് സപ്പോർട്ടിംഗ് ടീമിന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡെഡിക്കേറ്റഡ് സപ്പോർട്ടിംഗ് എക്സിക്യൂട്ടീവിനായിരിക്കും ആ ക്ലയൻറ്റിനെ അലോട്ട് ചെയ്യുന്നുണ്ടാവുന്നത്. ക്ലയൻറ്റിന് ഉണ്ടാവുന്ന മൈന്യൂട്ടായിട്ട് ഡൗട്ട് നമ്മൾ അറ്റ് എ ടൈം സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ടാവും. മാത്രമല്ല നമ്മുടെ സപ്പോർട്ടിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് 24/7, അതായത് ലൈഫ് ലോങ് സപ്പോർട്ടായിരിക്കും നമ്മൾ ക്ലയൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുന്നത്. ആക്ച്വലി ഒരു പ്രൊജക്ട് കംപ്ലീഷന് ശേഷം നമ്മളിവിടെ ഒരു ക്ലയൻറ്റിൻ്റെ സപ്പോർട്ടോ സർവീസോ ഒരു രീതിക്ക് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അവരെ സിസ്റ്റം എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടീം റെഗുലർലി ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. അതിലുപരി എല്ലാ മാസവും നമ്മൾ 2 അപ്ഡേറ്റ്സ് വെച്ച് ക്ലയൻറ്റിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറാണ്. ഈ അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ട്രെൻഡ്സ്, ഫിക്സേഷൻസ്, പെർഫോമൻസ് ബേസ്, ഈ ഒരു ക്രൈറ്റീരിയ ബേസിലാണ് നമ്മൾ അപ്ഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക. ഈ ഒരു കാര്യം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ക്ലയൻറ്റായിട്ട് കുറച്ച് ഒരു ലോങ് ടൈം ട്രസ്റ്റ് കാര്യങ്ങൾ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും.